വെൽക്കം ടു ഐ പ്ലസ്. ഞാൻ അക്ഷര. നമുക്ക് ഗ്ലോബ് എന്നുള്ള ടോപ്പിക്ക് നോക്കാം. വളരെ സിമ്പിളായിട്ടുള്ള ഏരിയ ആണ്. അപ്പോൾ നമ്മൾ ഗ്ലോബിനെ കുറിച്ചും അതോടൊപ്പം ചേർത്തുകൊണ്ട് നമുക്ക് ചോദ്യം ചോദിക്കുന്നത് മാപ്സിനെ കുറിച്ചും ചോദിക്കാറുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത്. അതിന് തന്നെ എന്താണ് ഗ്ലോബ്? ഗ്ലോബ് ഈസ് എ ട്രൂ മോഡൽ ഓർ മിനിയേച്ചർ ഓഫ് ദ എർത്ത്. നമ്മൾക്ക് ഒരു കാര്യം പഠിക്കാനായിട്ട് പലപ്പോഴും നമ്മൾ അതിൻ്റെ മിനിയേച്ചേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഒറിജിനൽ എർത്ത് പോയി കണ്ട് പഠിക്കാനൊന്നും നമുക്ക് സാധിക്കില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിൻ്റെ മിനിയേച്ചർ മോഡൽ ചെറിയ ക്ലാസ് മുതലേ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ ഒരു ട്രൂ മോഡലാണ്. അപ്പോൾ എങ്ങനെയാണോ എർത്ത് അതുപോലെ തന്നെ ഉള്ള ഒരു മോഡൽ അല്ലെങ്കിൽ ഒരു മിനിയേച്ചർ ചെറിയ ഫോം ആയിരിക്കും അല്ലേ? A globe may be three-dimensional spherical and scale model of Earth or other celestial bodies such as planet or moon. അപ്പോൾ നമ്മൾ പൊതുവേ എന്താ പറയുക, ഗ്ലോബ് എന്ന് പറയുമ്പോഴത്തേക്ക് എർത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. വേണമെങ്കിൽ സെലസ്റ്റിയൽ ബോഡീസ് ആയിട്ടുള്ള മറ്റ് പ്ലാനറ്റ്സിൻ്റെയോ മൂണിൻ്റെയോ ഒക്കെ ഗ്ലോബ് നിർമ്മിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? 3 ഡയമെൻഷണലാണ്. അപ്പോൾ അത് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. 3D റെപ്രസെൻറ്റേഷൻ എന്താണ്, 2D റെപ്രസെൻറ്റേഷൻ എന്താണ്? അപ്പോൾ 3D എന്ന് പറയുമ്പോൾ എന്താ പറയുക, ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും വരുന്ന രീതിയിലൊരു 3 ഡയമെൻഷണൽ സ്ട്രക്ചറാണ്. അപ്പം ഈ ഒരു നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന 3D മോഡൽസിൻ്റെ ഉദാഹരണമാണ് ഗ്ലോബ് എന്ന് പറയുന്നത്. അപ്പോൾ 2D ആകുമ്പോൾ എന്തായിരിക്കും? അവിടെ ലെങ്തും ബ്രെഡ്ത്തും മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ അതിന് നമുക്ക് എന്താ ഉദാഹരണം? മാപ്പ് എങ്ങനെയാണ്? 2D ആണ്, ലെങ്തും ബ്രെഡ്ത്തും ഉണ്ട്, ഹൈറ്റ് ഇല്ല. അപ്പോൾ അതൊരു 2 ഡയമെൻഷണൽ ആയിട്ടുള്ള റെപ്രസെൻറ്റേഷനാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. 3D റെപ്രസെൻറ്റേഷൻ ഏതാണെന്നും 2D റെപ്രസെൻറ്റേഷൻ ഏതാണെന്നും മനസ്സിലാക്കാം. അപ്പോൾ എർത്തിൻ്റെ മാത്രമല്ല മറ്റ് സെലസ്റ്റിയൽ ബോഡീസിൻ്റെ ഒക്കെ ഗ്ലോബ് നിർമ്മിക്കാറുണ്ട്. ഇനി ഫീച്ചേഴ്സ് ഓഫ് ഗ്ലോബ്. അപ്പോൾ നമ്മൾ കൂടുതലായിട്ടും ഈ ഒരു ഫീച്ചേഴ്സ് പറയുന്ന എർത്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് പൊതുവേ നമ്മൾ ജനറലായിട്ട് പറയാറുള്ളത്. അപ്പോൾ ആ ഫീച്ചേഴ്സൊക്കെ നമുക്ക് നോക്കാം. ഒന്ന്, റൊട്ടേഷണൽ സ്ട്രക്ചർ. സ്ട്രക്ചർ എങ്ങനെ പറയുമ്പോഴത്തേക്ക് എങ്ങനെയാണ്? ഗ്ലോബിൻ്റെ സ്ട്രക്ചർ ഒരിക്കലും ഫിക്സഡ് അല്ല, അനങ്ങാതെ ഇങ്ങനെ നിൽക്കുന്ന ഒരു സ്ട്രക്ചർ അല്ല. എങ്ങനെയാണ്? ഇറ്റ് ക്യാൻ ബി റൊട്ടേറ്റഡ്. നമുക്ക് എർത്ത് എങ്ങനെയാണോ റൊട്ടേറ്റ് ചെയ്യുന്നത് അതുപോലെ റൊട്ടേറ്റ് ചെയ്യാം. സിമിലർ ടു ടോപ്പ് ഓർ എ പോട്ടേഴ്സ് വീൽ. നമ്മൾ പമ്പരം കറക്കി വിടാറില്ല, അല്ലെങ്കിൽ പോട്ടറിൻ്റെ, അതായത് ഈ ഒരു മൺപാത്രങ്ങളൊക്കെ നിർമ്മിക്കുന്നവരുടെ ആ ഒരു വീലില്ലേ, അപ്പോൾ അതുപോലെ എന്ത് ചെയ്യാൻ പറ്റും? റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തിനാണ് ഈ ഒരു റൊട്ടേഷൻ എന്ന് പറയുന്ന ഒരു പെക്യുലാരിറ്റി കൊടുത്തേക്കുന്നത്? കാരണം എർത്തിൻ്റെ റൊട്ടേഷൻ പോലെ നമുക്കത് മനസ്സിലാക്കി ആ ഒരു മൂവ്മെൻറ്റിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാനാണ്. ഇറ്റ് അലോസ് ഫോർ എ കോംപ്രിഹെൻസീവ് വ്യൂ ഓഫ് കൺട്രീസ്, കോണ്ടിനെൻറ്റ്സ് ആൻഡ് ഓഷൻ ഇൻ ദ പ്രപ്പോർഷണൽ സൈസ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. എന്താ? പ്രപ്പോർഷണൽ സൈസ്. ഇപ്പോൾ കൺട്രീസ് ആണെങ്കിലും കോണ്ടിനെൻറ്റ്സ് ആണെങ്കിലും ഓഷൻ ആണെങ്കിലും ഇതിനെക്കുറിച്ചൊക്കെയുള്ള കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള മൊത്തത്തിലുള്ള വ്യൂ നമുക്ക് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ഗ്ലോബ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ പ്രപ്പോർഷണൽ സൈസ്. അപ്പോൾ എന്താണ്? ഒറിജിനലി എത്രയാണോ അപ്പോൾ അതനുസരിച്ച് കൊണ്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? അതിന് പ്രപ്പോർഷണലായിട്ട് എന്ത് ചെയ്യും? ആ ഒരു സൈസ് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ. ഇനി ആക്സിസ്. എന്താണ് ആക്സിസ് എന്ന് നോക്കാം. ഈ നീഡിൽ ഈസ് ഫിക്സഡ് ത്രൂ ദ ഗ്ലോബ് ഇൻ എ ടിൽറ്റഡ് മാനർ റെപ്രസെൻറ്റിംഗ് ഇറ്റ്സ് ആക്സിസ്. അപ്പോൾ എന്താണ്? ആക്സിസ് കാണിക്കാനായിട്ട് നമുക്കിപ്പോൾ എർത്തിൻ്റെ കാര്യം പറയുമ്പോൾ എർത്ത് അതിൻ്റേതായിട്ടുള്ള ആക്സിസിൽ അച്ചുതണ്ടിൽ കറങ്ങുന്നു എന്ന് നമ്മൾ പറയും. ആക്ച്വലി അത് ഇമാജിനറി ആണ്, അങ്ങനെ ഒരു സംഗതി ഇല്ല. അപ്പോൾ അതുപോലെ തന്നെ എന്താണ് ഇവിടെ നമ്മളൊരു നീഡിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ്? ചരിച്ചിട്ടാണ്. അപ്പോൾ ആക്സിസിനുള്ള ആ ഒരു ചരിവ് പോലെ തന്നെ എന്താണ് അവിടെ ഒരു ചരിവോടുകൂടി ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ആക്സിസിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ഫിക്സ് ചെയ്തിട്ടുണ്ട്? നീഡിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ദ ഗ്ലോബ്സ് ആക്സിസ് പോയിൻറ്റ്സ് ടുവേർഡ്സ് ദ നോർത്ത് ആൻഡ് സൗത്ത് പോൾസ് വിച്ച് ആർ 2 സിഗ്നിഫിക്കൻറ്റ് പോയിൻറ്റ്സ് ഓൺ ദ എർത്ത്. അപ്പോൾ ഗ്ലോബിൻ്റെ ആക്സിസ് പോയിൻറ്റ്സ് ഉണ്ടല്ലോ, നോർത്തിലോട്ടും ഉണ്ട് സൗത്ത് പോളിലോട്ടും ഉണ്ട്. അപ്പോൾ നോർത്ത് പോളിലോട്ടും സൗത്ത് പോളിലോട്ടും, ഇത് നോർത്ത് ഇത് സൗത്ത്. അപ്പോൾ എന്താണ്? അവിടെയായിട്ട് എന്തോ വരുന്നുണ്ട്? രണ്ടും സിഗ്നിഫിക്കൻ്റ് പോയിൻറ്റ്സ് ആണ്. ഈ ഒരു ആക്സിസ് എടുക്കുമ്പോഴത്തേക്ക് ഒരു ചെറിയൊരു ചെരുവോട് കൂടിയാണ് വരുന്നത്. അപ്പോൾ അവിടെ എന്താണ്? അവിടെ നമുക്ക് സിഗ്നിഫിക്കൻറ്റ് പോയിൻറ്റ്സ് ആണ് ഈ നോർത്ത് പോളും സൗത്ത് പോളും, ധ്രുവങ്ങൾ എന്ന് നമ്മൾ പറയും. Poles. The 2 points on the globe where the needle passes through are the North Pole and South Pole. അപ്പോൾ നോർത്ത് പോളിലും ആ ഒരു മുകൾ ഭാഗത്തായിട്ട് നോർത്ത് പോളും താഴ്ഭാഗത്തായിട്ട് സൗത്ത് പോളിലൂടെ എന്താണ് കടന്നു പോവുകയാണ് ചെയ്യുന്നത് നീഡിൽ. അപ്പം ആ 2 പോയിൻറ്റ്സ് ആണ് നോർത്ത് പോളും സൗത്ത് പോളും. ദ പോൾസ് ആർ ദ പോയിൻറ്റ്സ് വിത്ത് ദ എർത്ത് ആക്സിസ് ഇൻ്റർസെക്ട്സ് ഇറ്റ്സ് സർഫസ്. അപ്പം ആ ഒരു ആക്സിസ് എവിടെയാണ് വന്ന് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ പറയുന്ന നോർത്ത് പോളും സൗത്ത് പോളാണ്. അപ്പം ഉത്തര ധ്രുവവും ദക്ഷിണ ധ്രുവവുമാണ്. ഇനി നമുക്ക് റൊട്ടേഷൻ്റെ കാര്യം നോക്കാം. ദ ഗ്ലോബ് റെപ്രസെൻറ്റ് ദ എർത്ത് റൊട്ടേഷൻ അറൗണ്ട് ഇറ്റ്സ് ആക്സിസ് ആൻഡ് ഇമാജിനറി ലൈൻ പാസിംഗ് ത്രൂ ദ
പോൾസ്. അപ്പോൾ നമ്മൾ പറയാറുണ്ട് എർത്തിൻ്റെ റൊട്ടേഷൻ കാരണമാണ് നമുക്കിവിടെ ഡേ ആൻഡ് നൈറ്റ് സംഭവിക്കുന്നതെന്നും നമുക്കറിയാം. ദ റൊട്ടേഷൻ ഓഫ് ദ എർത്ത് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഡേ ആൻഡ് നൈറ്റ് സൈക്കിൾ. അപ്പോൾ ഒരു ഭാഗം എർത്തിൻ്റെ ഒരു ഭാഗം ഡേ ആകുമ്പോൾ മറ്റേ ഭാഗത്ത് നൈറ്റ് ആയിരിക്കും ആൻഡ് വൈസ് വേഴ്സ തിരിച്ചു. അപ്പോൾ ആ ഒരു സംഗതി റെപ്രസെൻറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഗ്ലോബ് ഇങ്ങനെ മൂവ് ചെയ്യുന്ന രീതിയിലും റൊട്ടേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ക്രിയേഷൻ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ എന്താണ്, എർത്ത് ഈ ഒരു ആക്സിസ് നടുക്കൂടെ പോകുന്ന ഒരു ആക്സിസിൻ്റെ ബേസിൽ, മലയാളത്തിൽ നമ്മൾ അച്ചുതണ്ടെന്ന് പറയും, അതിൻ്റെ ബേസിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നു എന്ന് പറയും. അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ നീഡിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ആക്സിസ് ഒരു ഇമാജിനറി ലൈനാണ്. അപ്പം അത് ആ ഒരു സംഗതി അതുപോലെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് നീഡിൽ യൂസ് ചെയ്തുകൊണ്ട് അത് റൊട്ടേറ്റ് ചെയ്യുന്ന മാനറിലാണ് ഈ ഒരു ഗ്ലോബ് വർക്ക് ചെയ്യുന്നത്. അടുത്ത ഇമാജിനറി ലൈൻസ്. എ ഗ്ലോബ് ഈസ് മാർക്ക്ഡ് വിത്ത് വെരി സിഗ്നിഫിക്കൻറ്റ് ഇമാജിനറി ലൈൻസ്. അപ്പം നമ്മൾ ഈ ഗ്ലോബ് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഇമാജിനറി ലൈൻ ഒരെണ്ണമൊന്നുമല്ല. ഇപ്പം നമ്മൾ ഒരെണ്ണത്തിൻ്റെ കാര്യം ജസ്റ്റ് ഒരു ആക്സിസിൻ്റെ കാര്യം നമ്മൾ യഥാർത്ഥത്തിൽ അത് ഇമാജിനറി ആണെന്ന് പറയും. ഇത് നമ്മൾ ഗ്ലോബ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അതിനകത്ത് ഇപ്പോൾ ഒരുപാട് വരകളൊക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ സംഭവമൊക്കെ നമ്മുടെ എർത്തിന് ചുറ്റുമുള്ളയാണോ? അല്ല, അതൊക്കെ എന്താണ്, ഇമാജിനറി ആണല്ലേ. അപ്പം ഗ്ലോബിൽ പല വിധത്തിലുള്ള ഇമാജിനറി ലൈൻസ് ഉണ്ട്. ഇപ്പം നമ്മളിങ്ങനെ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇങ്ങനെ കുറേ വരകളൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും. ഇപ്പോൾ യഥാർത്ഥ എർത്തിൽ ഇതൊന്നുമില്ല. നമ്മുടെ കൺവീനിയൻസിനനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ കണക്ക് കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ലൈൻസ് നമ്മുടെ കൺവീനിയൻസിന് യൂസ് ചെയ്യുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു ലൈനാണ് ദ സർക്കിൾ ഓഫ് ഇലൂമിനേഷൻ. സർക്കിൾ ഓഫ് ഇലൂമിനേഷൻ നമുക്ക് ഗ്ലോബിൽ കാണാൻ കഴിയും. എന്താണ് സർക്കിൾ ഓഫ് ഇലൂമിനേഷന് പ്രത്യേകത? ഇറ്റ് സെപ്പറേറ്റ് ഡേ ഫ്രം നൈറ്റ് ഓൺ ദ ഗ്ലോബ്. പകലും രാത്രിയും തമ്മിൽ വേർതിരിക്കുന്ന ആ ഒരു വരയാണ് സർക്കിൾ ഓഫ് ഇലൂമിനേഷൻ എന്ന് പറയുന്ന ആ ഒരു ഇമാജിനറി ലൈൻ. ഇപ്പോൾ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ലൈനൊന്നുമില്ല, നമ്മുടെ കൺവീനിയൻസിൽ നമ്മൾ വെച്ചേക്കും. നമുക്കറിയാം ലോകത്തിൻ്റെ ഒരു ഭാഗം രാത്രിയാകുമ്പോൾ മറ്റൊരു ഭാഗം പകലായിരിക്കും എന്നുള്ള കാര്യം. അപ്പോൾ അതിനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ആ ലൈനാണ് ദ സർക്കിൾ ഓഫ് ഇലൂമിനേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്താണ് ഗ്ലോബിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ്. അപ്പോൾ ഒരു ക്ലാസ് റൂമിൽ നമ്മൾ എന്തിനാണ് ഗ്ലോബ് യൂസ് ചെയ്ത് കുട്ടികളെ പഠിപ്പിക്കുന്നത്? റെപ്രസെൻറ്റേഷൻ ഓഫ് എർത്ത്. The globe provides an accurate and proportional representation of countries, continents and oceans as they appear on earth. നമ്മളിപ്പോൾ പറയാറുണ്ട് ചില രാജ്യങ്ങൾ വലിയ രാജ്യങ്ങളാണ്, ചില രാജ്യങ്ങൾ ചെറുതാണ്. അപ്പോൾ ഇങ്ങനെ കുറേ രാജ്യങ്ങൾ ചേർന്നിട്ട് വൻകരകൾ, അതായത് കോണ്ടിനെൻറ്റ്സ് ഉണ്ടാകുന്നുണ്ട്, പിന്നെ ഓഷൻസ് ഉണ്ട്, സമുദ്രങ്ങളുണ്ട് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും കൃത്യമായിട്ട് അത് ആ കുട്ടിക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു റെപ്രസെൻറ്റേഷൻ കാണിച്ചു കൊടുത്താൽ പോരും. ഈ റെപ്രസെൻറ്റേഷൻ ആക്യുറേറ്റ് ആണ്. എങ്ങനെയാണ് ഒറിജിനലി ആ ഒരു ഡിവിഷൻ വരുന്നത് അതുപോലെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളുടെ ഗ്ലോബ് റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആക്യുറേറ്റ് ആയിരിക്കും, പ്രപ്പോർഷണൽ ആയിരിക്കും. അപ്പോൾ നമുക്കറിയാം ചൈന എന്ന് പറഞ്ഞ രാജ്യം വലിപ്പത്തിൻ്റെ കാര്യത്തിൽ നോക്കിയാൽ ഇന്ത്യക്കായും വലുതാണ്. ശ്രീലങ്ക എന്ന് പറഞ്ഞ രാജ്യം ഇന്ത്യക്കായും ചെറുതാണ്. അപ്പോൾ കറക്റ്റായിട്ടുള്ള പ്രപ്പോർഷൻ നോക്കി അങ്ങനെ തന്നെ ആയിരിക്കും. എത്ര ചെറുതാണോ അതിൻ്റെ ഒരു പ്രപ്പോർഷണൽ സൈസ് ചെറിയൊരു സൈസിലോട്ടാക്കിയിട്ടും ആ ഒരു പ്രപ്പോർഷൻ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഗ്ലോബ് വരയ്ക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് എന്താണ് കൃത്യമായിട്ട് ഈ കൺട്രീസിനെ കുറിച്ചും കോണ്ടിനെൻസിനെ കുറിച്ചും ഓഷൻസിനെ കുറിച്ചൊക്കെ കൃത്യമായിട്ടുള്ള ഒരു ധാരണയുണ്ടാകും. അടുത്ത ആക്സിസ് റെപ്രസെൻറ്റേഷൻ. ദ tilted needle representing the axis demonstrate how the earth rotates leading to the alternation of day and night. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്, നീഡിലുണ്ട് ചെറിയൊരു ചരിവോട് കൂടിയാണ്. കാരണം എർത്തിനൊരു ചരിവുണ്ട്. അപ്പോൾ അതിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ടും ആണ് നമ്മൾ ഈ ഒരു നീഡിലൊരു ചരിവ് കൊടുക്കുന്നത്. അപ്പോൾ എന്താണ്, ഈ ഒരു നീഡിൽ എന്ന് പറയുന്നത് ആക്സിസ് പോലെ ആക്ട് ചെയ്യുന്നു. എന്നിട്ട് എങ്ങനെയാണ് എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നത്, അതുകൂടാതെ അതിൻ്റെ കാരണമായിട്ട് ഈ ഒരു ഡേയും നൈറ്റും ആൾട്ടറേറ്റ് ചെയ്ത്, ഇപ്പോൾ ഡേ ആണെങ്കിൽ നൈറ്റ് മറ്റു സ്ഥലത്ത് നൈറ്റ്, തിരിച്ച് ഇവിടെ നൈറ്റ് ആകുമ്പോഴത്തേക്ക് മറ്റേ സ്ഥലത്ത് ഡേ, ആ ഒരു പാറ്റേണിൽ വരും. അപ്പോൾ അതൊക്കെ കാണിച്ചു കൊടുക്കാനാണ് ആക്സിസ് റെപ്രസെൻറ്റേഷൻ. അടുത്ത ഇമാജിനറി ലൈൻസ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു കുറേ ഇമാജിനറി ലൈൻസ് ഉണ്ടെന്ന്. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ കാര്യത്തിലേക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ശ്രദ്ധിക്കാം. അപ്പോൾ നോക്കിക്കുക, ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും. അപ്പോൾ നോക്കിക്കുക, ലാറ്റിറ്റ്യൂഡ്സും ലോഞ്ചിറ്റ്യൂഡ്സും ഇമാജിനറി ലൈൻസ് ആണ്. എന്തിനാണ് ഇവ കൊണ്ടുള്ള ഉപയോഗം? ദ ഹെൽപ്പ് ഇൻ ലൊക്കേറ്റിംഗ് സ്പെസിഫിക് പോയിൻറ്റ്സ് ഓൺ ദ എർത്ത് സർഫസ്. നമുക്ക് ആ ഒരു ഗ്ലോബ് എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങളുണ്ടല്ലോ. അപ്പോൾ ആ സ്ഥലങ്ങളുടെ സ്പെസിഫിക് പോയിൻറ്റുകൾ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിനെ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ചില
ആ പോയിൻറ്റ്സ് ഉപയോഗിക്കും. അപ്പോൾ പോയിൻറ്റ്സ് എങ്ങനെയാണ് ക്രിയേറ്റ് ആവുന്നത്? ഇത്തരത്തിൽ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും ഉണ്ടായതുകൊണ്ടാണ്. ലാറ്റിറ്റ്യൂഡ് ലൈൻസ് റൺ പാരലൽ ടു ദ ഇക്വേറ്റർ വൈൽ ലോഞ്ചിറ്റ്യൂഡിനൽ ലൈൻസ് ഫ്രം പോൾ ടു പോൾ മീറ്റിംഗ് അറ്റ് ദ പോൾസ്. അപ്പോൾ ഇതാണ് നമ്മുടെ എർത്ത്. എർത്തിനെ പകുതിയായിട്ട് ഡിവൈഡ് ചെയ്യുന്ന നോർത്തേൺ ഹെമിസ്ഫിയർ ആയിട്ടും സദേൺ ഹെമിസ്ഫിയറുമായിട്ട് ഡിവൈഡ് ചെയ്യുന്ന ഇമാജിനറി ലൈനാണ് എന്ത്? ഇക്വേറ്റർ എന്ന് പറയുന്നത്. ഇക്വേറ്റർ. അപ്പോൾ ഇക്വേറ്റർ എന്താണ് ചെയ്യുന്നത്? നോർത്തേൺ ഹെമിസ്ഫിയർ ആയിട്ടും സദേൺ ഹെമിസ്ഫിയർ ആയിട്ടും എർത്തിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്ത് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഇനി എന്താണ് ലാറ്റിറ്റ്യൂഡ്? ഈ ഇക്വേറ്ററിന് പാരലായിട്ട് പോകുന്ന ലൈൻസ്, സമാന്തരമായി പോകുന്ന ലൈൻസ്. അപ്പോൾ നോക്കിക്കേ, ഇങ്ങനെ പാരലായിട്ടുള്ള ലൈൻസാണ്. ഇതാണ് ലാറ്റിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നോക്കിക്കേ, ലാറ്റിറ്റ്യൂഡ് ഇങ്ങനെ വന്ന് ഇങ്ങനെ ഏറ്റവും എത്തുമ്പോഴത്തേക്ക് നമുക്ക് എന്താണ്? എവിടെ എത്തി? നമ്മളുടെ നോർത്ത് പോളിലെത്തി. ഇവിടെ ആയിട്ടാണ് എന്ത് വരിക? നോർത്ത് പോള് വരിക. അതുപോലെ താഴെയായിട്ട് എന്ത് വരും? സൗത്ത് പോള് വരും. കണ്ടില്ലേ? ഇനി അടുത്തതാണ് ലോഞ്ചിറ്റ്യൂഡ്. ഇവിടെ നോക്കിക്കുക, ലാറ്റിറ്റ്യൂഡ് ഒരിക്കലും എന്താണ് ഈ നോർത്ത് പോളിനെ സൗത്ത് പോളിനെ തമ്മിൽ കണക്ട് ചെയ്യുന്നില്ല. ഇനി കണക്ട് ചെയ്യുന്നത് ആരാന്ന് നോക്കി കഴിഞ്ഞാൽ ലോഞ്ചിറ്റ്യൂഡാണ്. ഇതാണ്, ഇങ്ങനെയായിരിക്കും ലോഞ്ചിറ്റ്യൂഡ്. കണ്ടില്ലേ? നടുക്കൂടെ പോകുന്ന ലോഞ്ചിറ്റ്യൂഡ്, 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്ന ലോഞ്ചിറ്റ്യൂഡ് ഉണ്ട്. പിന്നെ എന്താ നോക്കിക്കേ, ഇങ്ങോട്ടൊക്കെ എന്ത് കാണും? ലോഞ്ചിറ്റ്യൂഡ്സ് കാണും. അപ്പം നോക്കിയേ, ഇക്വേറ്ററിന് പാരലായിട്ടാണ് ആര് റൺ ചെയ്യുന്നത്? ലാറ്റിറ്റ്യൂഡുകൾ റൺ ചെയ്യുന്നത്. എന്നാൽ ലോഞ്ചിറ്റ്യൂഡ് എങ്ങനെയാണ്? ഇക്വേറ്ററിന് പെർപെൻഡിക്കുലർ ആയിട്ട്, കണ്ടില്ലേ? പോളുകളെ തമ്മിൽ മീറ്റ് ചെയ്തുകൊണ്ട്, കണ്ടില്ലേ? അപ്പം ലാറ്റിറ്റ്യൂഡ് ഇങ്ങനെയും ലോഞ്ചിറ്റ്യൂഡ് ഇങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്. എല്ലാം ഇമാജിനറി ലൈൻസ് ആണ്. അപ്പം നമുക്ക് ഇതിനെയൊക്കെ ഒരു ഡിഗ്രി പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു പർട്ടിക്കുലർ പോയിന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അപ്പം നമുക്ക് പറയാം എന്താണ്? ഒരു പർട്ടിക്കുലർ പോയിന്റ് എടുക്കുമ്പോഴത്തേക്കും ഇത്ര ഡിഗ്രി ലാറ്റിറ്റ്യൂഡ്, ഇത്ര ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് എന്ന് നമ്മൾ പറയും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഈ സ്ഥലങ്ങളൊക്കെ കറക്റ്റായിട്ട് ലൊക്കേറ്റ് ചെയ്യാനായിട്ട് ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി എഡ്യൂക്കേഷണൽ ടൂൾ. Globe serves a valuable education tool to teach geography, astronomy and navigation. They provide a 3-dimensional perspective that flat maps often lack. അപ്പോൾ എന്താണ് പ്രത്യേകത? ഗ്ലോബ് എപ്പോഴും ഒരു വാല്യുബിൾ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ടൂൾ തന്നെയാണ്. നമുക്ക് എന്തൊക്കെ പഠിപ്പിക്കാം? ജോഗ്രഫി മാത്രമാണോ? അല്ല, അസ്ട്രോണമി പഠിപ്പിക്കാം, നാവിഗേഷൻ പഠിപ്പിക്കാം. എപ്പോഴും ഗ്ലോബ് ഒരു 3 ഡയമെൻഷണൽ പെർസ്പെക്റ്റീവിലായിരിക്കും നമുക്ക് കിട്ടാം. അപ്പോൾ ഈ ഒരു 3 ഡയമെൻഷണൽ നമ്മൾ ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും കൂടെ വരുമ്പോഴത്തേക്കും നമുക്കൊരു റിയൽ ആയിട്ടുള്ള ഒരു സംഗതിയുടെ ഒരു റെപ്രസെൻറ്റേഷൻ പോലെ വരും. അപ്പോൾ അത്രയും എന്താണ്? ഒരിക്കലും ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള മാപ്പിന് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇനി അണ്ടർസ്റ്റാൻഡിങ് എർത്ത് സർക്കിൾസ്, നമ്മൾ പറഞ്ഞില്ലേ സർക്കിൾ ഓഫ് ഇലുമിനേഷൻ പോലെയുള്ള ലൈൻസ് ഒക്കെ ഇല്ലേ? അപ്പോൾ അതെന്തിനു വേണ്ടിയിട്ടാണ്? ഡിവിഷൻ ബിറ്റ്വീൻ ഏരിയസ് എക്സ്പീരിയൻസിങ് ഡേ ലൈറ്റ് ആൻഡ് ദോസ് ഇൻ ഡാർക്ക്നെസ്. ഇപ്പോൾ ഏത് ഭാഗത്താണ് ഡേ ലൈറ്റ്, എവിടെയാണ് ഡാർക്ക്നെസ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് സർക്കിൾ ഓഫ് ഇലുമിനേഷൻ പോലെയുള്ള സംഗതികളൊക്കെ കറക്റ്റായിട്ട് നമുക്ക് എന്താ എർത്തിൻ്റെ സർക്കിൾസ് അതിനെക്കുറിച്ച് അതുണ്ടായതുകൊണ്ട് ആ ഒരു റെപ്രസെൻറ്റേഷൻ ഉണ്ടായതുകൊണ്ട് കൃത്യമായിട്ട് ആ കാര്യങ്ങൾ കുട്ടികൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ലാറ്റിറ്റ്യൂഡിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാം. Latitude refers to the imaginary parallel and horizontal circular lines on the earth. These lines are measured in degrees with 0 degree at the equator and increasing towards the poles. അപ്പോൾ നോക്കിക്കേ, നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെയാണ്. എർത്ത് ആണെന്നുണ്ടെങ്കിൽ എർത്തിൻ്റെ എർത്തിൽ പാരലായിട്ട് പോകുന്ന ഈ ഒരു ഹൊറിസോണ്ടലായിട്ട് പാരലായിട്ട് പോകുന്ന വരകളെയാണ് നമ്മൾ ലാറ്റിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ഒരു 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് ഉണ്ട്. ഏതാണ് ഈ 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്? ഇക്വേറ്റർ ആണ്. അപ്പോൾ ഇക്വേറ്റർ എന്ന് പറയുമ്പോൾ കറക്റ്റ് ഇതാ നടുക്കായിട്ട് വരും. നമ്മൾ ഈ ഒരു പടം വരച്ചപ്പോൾ ഒരു ഇച്ചിരി ഇങ്ങോട്ട് മാറിപ്പോയെന്നേ ഉള്ളൂ. ഒന്ന് കൃത്യമായിട്ട് വരയ്ക്കാം. അപ്പോൾ കറക്റ്റായിട്ട് കണ്ടോ, 2 ഡിവൈഡ് ചെയ്യുന്ന രീതിയിലാണ് ഇക്വേറ്റർ. ഇക്വേറ്റർ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? 0 ഡിഗ്രി ആയിരിക്കും. കണ്ടില്ലേ? ഇത് 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് ആയിരിക്കും. അപ്പം പിന്നെ എന്താ, ഈ ഒരു മുകളിലോട്ട് പോവുകയാണെങ്കിലും താഴോട്ട് പോകണം, അതൊരു പോൾസിലോട്ട് ധ്രുവങ്ങളിലോട്ട് പോവുകയാണെങ്കിലും ഇങ്ങോട്ട് വന്നാലും അങ്ങോട്ട് പോയാലും എന്താ അവിടെ ഈ ഒരു ഡിഗ്രീസ് കൂടിക്കൊണ്ടിരിക്കും. ഇപ്പോൾ 0 അല്ലേ, ഇപ്പോൾ 1 2 3 എന്ന് പറഞ്ഞ് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. The equator 0 degree is the largest latitude. അപ്പോൾ സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഏറ്റവും വലിയ ലാറ്റിറ്റ്യൂഡ് ഏതാണ്? ഏറ്റവും വലിയ ലാറ്റിറ്റ്യൂഡ് ഏതാണ്? ഇക്വേറ്റർ ആണല്ലേ.
അപ്പോൾ ഇറ്റ് ഡിവൈഡ്സ് എ ഗ്ലോബ് ഇൻ ടു നോർത്തേൺ ആൻഡ് സദേൺ ഹെമിസ്ഫിയർ. നോർത്തേൺ ഹെമിസ്ഫിയർ ആയിട്ടും സദേൺ ഹെമിസ്ഫിയർ ആയിട്ടും ഡിവൈഡ് ചെയ്യും. ആര്? ഇക്വേറ്റർ. എന്താണ് ഇക്വേറ്ററിൻ്റെ പ്രത്യേകത? ഈ ഒരു ഏറ്റവും വലിയ ലാറ്റിറ്റ്യൂഡാണ് ഇക്വേറ്റർ എന്ന് പറയുന്നത്. അത് നോർത്തേൺ ഹെമിസ്ഫിയർ ആയിട്ടും സദേൺ ഹെമിസ്ഫിയർ ആയിട്ടും എർത്തിനെ ഡിവൈഡ് ചെയ്യും. The north pole is at 90 degree north and south pole is at 90 degrees south. അപ്പോൾ അങ്ങനെ ലാറ്റിറ്റ്യൂഡ് വന്ന് ഏറ്റവും മുകളിൽ എത്തുമ്പോഴത്തേക്ക് ഇവിടെ എത്തുമ്പോഴത്തേക്ക് എന്താണ്? 90 ഡിഗ്രി നോർത്താണ്. അതേപോലെ ഇവിടെ എത്തുമ്പോഴത്തേക്ക് എന്താണ്? 90 ഡിഗ്രി സൗത്താണ്. ഓക്കെ, അപ്പം നമുക്ക് ഇക്വേറ്ററാണ് ഏറ്റവും വലുത്. അത് 0 ഡിഗ്രി ആയിരിക്കും. പോൾസിലോട്ട് പോകും തോറും ആ ഒരു ഡിഗ്രി കൂടി വരും. നോർത്തിലെത്തുമ്പോൾ 90 ഡിഗ്രി നോർത്തും സൗത്തിലെത്തുമ്പോഴത്തേക്ക് 90 ഡിഗ്രി സൗത്തും. ഇമ്പോർട്ടൻറ്റ് പാരലൽസ് ഓഫ് ലാറ്റിറ്റ്യൂഡ്. അപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ട കുറേ ലാറ്റിറ്റ്യൂഡ്സ് ഉണ്ട്, പക്ഷേ എല്ലാം നമ്മൾ കാണാതെ പഠിക്കേണ്ട, പക്ഷേ കൃത്യമായിട്ട് കാണാതെ പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ. അതായത് ഈ ഒരു ലാറ്റിറ്റ്യൂഡ് നമ്മൾ 0 ഡിഗ്രിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ, 0 ഡിഗ്രിന്ന് ഇങ്ങനെ മൂവ് ചെയ്ത് 1 2 3 അങ്ങനെ പോയി 23.5 ഡിഗ്രി നോർത്ത്, അതായത് മുകളിലോട്ടാണ് കേട്ടോ. മുകളിലോട്ട് പോയപ്പോൾ 23.5 ഡിഗ്രി. അപ്പോൾ 23.5 ഡിഗ്രി എന്ന് പറയാം. അതിൻ്റെ പേരെന്താണ്? ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്നാണ് പേര്. ട്രോപ്പിക് ഓഫ് ക്യാൻസർ. It run almost halfway through the India in the northern hemisphere. അപ്പം നമ്മുടെ ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന ഒരു ലാറ്റിറ്റ്യൂഡാണ് ഈ പറയുന്ന ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് പറയുന്നത്. ഇനി അതുപോലെ നമ്മൾ താഴോട്ട് സൗത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ ട്രോപ്പിക് ഓഫ് ക്യാൻസർ പോലെ പകരം എന്തുണ്ട്? ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. അവിടെയും ഡിഗ്രി സെയിം തന്നെയാണ്, 23.5 അല്ലെങ്കിൽ 23.5 ഡിഗ്രിയാണ്. പക്ഷേ ഇവിടെ എന്താണ്? 23.5 ഡിഗ്രി സൗത്താണ്. ഇറ്റ് റൺസ് ത്രൂ ദ സദേൺ ഹെമിസ്ഫിയർ. അപ്പോൾ സദേൺ ഹെമിസ്ഫിയറിൽ കൂടെ ആയിരിക്കും പോകുന്നത്. നമ്മളിപ്പോൾ എർത്ത് എടുത്ത് കഴിഞ്ഞാൽ ഇത് ഇക്വേറ്റർ ആണ്. കുറച്ച് ദൂരം പോയി കഴിയുമ്പോഴത്തേക്ക് ഒരു 23 ആവും. ഇവിടെ നിന്ന് ഇങ്ങോട്ട് എടുക്കുമ്പോൾ 23 എടുക്കാം. അപ്പോൾ നോക്കിക്കേ, ഇവിടെ ആര് വരും? ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ഇവിടെ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. കണ്ടില്ലേ? അപ്പം ആ ഒരു രീതിയാണ്. ഇത് 23.5 ആയിരിക്കും, 23.5 ഡിഗ്രി നോർത്ത് ആയിരിക്കും. ഇവിടെ 23.5 ഡിഗ്രി സൗത്ത് ആയിരിക്കും. ആ കാര്യം കൂടെ ഒന്ന് ഓർത്ത് വെക്കാം. Arctic Circle located at 66.5 degree north of the equator in the northern hemisphere. നമ്മൾ ആദ്യം പഠിച്ചത് എന്തൊക്കെയായിരുന്നു? ട്രോപ്പിക് ഓഫ് ക്യാൻസറും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണും. ഇനി അടുത്ത എന്താണ്? കുറച്ചും കൂടെ മുകളിലോട്ട് പോകുന്ന സമയത്ത് നോർത്തിലായിട്ടാണ് എന്ത് വരുന്നത്? ആർട്ടിക് സർക്കിൾ വരുന്നത്. ഇനി അതേപോലെ തന്നെ സൗത്തിലോട്ടാണ് വരുന്നതെങ്കിൽ അന്റാർട്ടിക് സർക്കിൾ. അപ്പം ഈ നോർത്ത് ഓഫ് ദ ഇക്വേറ്റർ നോർത്തേൺ ഹെമിസ്ഫിയറിൽ 66.5 ഡിഗ്രി നോർത്തിലായിട്ട് എന്ത് കാണപ്പെടും? ആർട്ടിക് സർക്കിൾ കാണപ്പെടും. 66.5 ആണ്, അല്ലെങ്കിൽ 66.5 എന്ന് ചില സമയത്ത് പരീക്ഷ പേപ്പറിൽ വരും. രണ്ടും സെയിം ആണ്. അതേപോലെ അന്റാർട്ടിക് എന്താണ്? 66.5 ഡിഗ്രി സൗത്ത് ഓഫ് ദ ഇക്വേറ്റർ ആയിട്ടാണ് എന്ത് കാണപ്പെടുന്നത്? ഈ പറഞ്ഞ അന്റാർട്ടിക് സർക്കിൾ കാണപ്പെടുന്നത്. ഇനി സോൺസ് ഡിഫൈൻഡ് ബൈ ലാറ്റിറ്റ്യൂഡ്. ഇനി ലാറ്റിറ്റ്യൂഡിൻ്റെ സഹായത്തോടു കൂടി വരുന്ന സോണുകൾ ഏതൊക്കെയാണ്? നമുക്ക് പറയാൻ കഴിയുന്ന സോണുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് ടോറിഡ് സോൺ. ടോറിഡ് സോൺ എന്താണ്? ദ ഏരിയ ബിറ്റ്വീൻ ദ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആൻഡ് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ റിസീവ്സ് ദ മാക്സിമം ഹീറ്റ്. അതായത് നമ്മളിപ്പോൾ എർത്ത് വരയ്ക്കുന്ന സമയത്ത് ഒരു 23.5 ഡിഗ്രി നോർത്തിലും 23.5 ഡിഗ്രി സൗത്തിലുമായിട്ട് നമുക്ക് എന്ത് വരുന്നുണ്ട്? ട്രോപ്പിക് ഓഫ് ക്യാൻസറും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണും വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലായിട്ട് വരുന്ന ആ ഒരു ഏരിയൻ്റെ ഇടയ്ക്കൂടെ ഇക്വേറ്റർ ഉണ്ട് കേട്ടോ. ഈ ഒരു ഏരിയയുടെ പ്രത്യേകത എന്താണ്? മാക്സിമം ഹീറ്റ് എർത്തിൽ സൂര്യനിൽ നിന്നുള്ള മാക്സിമം ഹീറ്റ് കിട്ടുന്ന ഏരിയ ആണ് ഈ ഒരു ഏരിയ. അപ്പോൾ ഈ ഏരിയയ്ക്ക് നമ്മൾ പറയുന്ന പേരാണ് ടോറിഡ് സോൺ. ഇനി ടെമ്പറേറ്റ് സോൺ എന്താണെന്ന് നോക്കാം. ടെമ്പറേറ്റ് സോൺ എന്ന് പറയുമ്പോഴത്തേക്ക് ദ ഏരിയ ബൗണ്ടഡ് ബൈ ദ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആൻഡ് ആർട്ടിക് സർക്കിൾ ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ ആൻഡ് ദ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ആൻഡ് ദ അന്റാർട്ടിക് സർക്കിൾ ഇൻ ദ സദേൺ ഹെമിസ്ഫിയർ എക്സ്പീരിയൻസിങ് മോഡറേറ്റ് ടെമ്പറേച്ചർ ത്രൂ ഔട്ട് ദ ഇയർ. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? ഇവിടെ നമ്മൾ എർത്ത് എടുക്കുന്ന സമയത്ത് ഇത് ഇക്വേറ്റർ ആണ്. ഇവിടെ ആയിട്ട് ഇത്രയും ഭാഗം ഒരു 23.5 മുതൽ ആ ഒരു പാറ്റേണിലെ മേൽപോട്ട്, ഇവിടെ 23.5 മുതൽ 66.5 വരെ താഴ്പോട്ട്. അപ്പം ഈ ഒരു ഏരിയ
കണ്ടില്ലേ? അപ്പോൾ ഇത്രയും ഏരിയ എന്ന് പറയുമ്പോഴത്തേക്ക് മുകളിൽ നമുക്ക് നോക്കി കണ്ടാൽ അറിയാം ട്രോപ്പിക് ഓഫ് ക്യാൻസറും ആർട്ടിക് സർക്കിളും തമ്മിലുള്ള ഇടയിലുള്ള സ്പേസും, താഴെ നോക്കിയാൽ എന്താണ് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണും അന്റാർട്ടിക് സർക്കിളും തമ്മിലുള്ള സ്പേസ്. അപ്പോൾ ഈ ഒരു ഏരിയ നമുക്ക് എന്ത് പറയാം? ടെമ്പറേറ്റ് സോൺ എന്ന് പറയും. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഒരിക്കലും നമ്മൾ ആദ്യം പറഞ്ഞ സോണിൽ കിട്ടുന്ന അത്രയും ടെമ്പറേച്ചർ കിട്ടില്ല. ഒരു മോഡറേറ്റ് ലെവലിൽ ത്രൂ ഔട്ട് ദ ഇയർ നമുക്ക് എന്ത് കിട്ടും? ടെമ്പറേച്ചർ കിട്ടുന്നതാണ് ടെമ്പറേറ്റ് സോൺ. ഇനി അടുത്ത ഫ്രിജിഡ് സോൺ ആണ്. ഫ്രിജിഡ് സോൺ പഠിക്കാൻ നമുക്ക് കുറച്ചും കൂടി എളുപ്പമാണ്. നോക്കിക്കേ, ഏരിയാസ് ലൈങ് ബിറ്റ്വീൻ ദ ആർട്ടിക് സർക്കിൾ ആൻഡ് ദ നോർത്ത് പോൾ ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ ആൻഡ് അന്റാർട്ടിക് സർക്കിൾ ഇൻ ദ സൗത്ത് പോൾ ഓഫ് ദ സദേൺ ഹെമിസ്ഫിയർ ആർ വെരി കോൾഡ് ഫ്രോം ദ ഫ്രിജിഡ് സോൺ. അപ്പം നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഓർത്താൽ മതി, നമ്മുടെ ഫ്രിഡ്ജിനകത്ത് എപ്പോഴും തണുപ്പായിരിക്കത്തില്ലേ? അപ്പോൾ അതുപോലെ തന്നെ എർത്തിൻ്റെ ഏത് ഏരിയയിലാണ് ഈ പറയുന്ന ആ ഒരു പോളിനോട് ചേർന്ന് വരുന്ന ആ ഒരു ഏരിയ. നോക്കിക്കേ, ആർട്ടിക് സർക്കിള് നോർത്ത് പോളും കൂടെ നോർത്തിൽ ചേരുന്ന പാർട്ട്, അതായത് അതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലുള്ള പാർട്ടെന്നാണ് ഉദ്ദേശിക്കുന്നത്. താഴെയും അതുപോലെ തന്നെ അന്റാർട്ടിക് സർക്കിളും സൗത്ത് പോളും കൂടെ ചേരുന്ന ആ ഒരു ഡിഫറൻസ്. അപ്പോൾ ഈ ഒരു ഏരിയ എന്ന് പറയുമ്പോഴത്തേക്ക് എപ്പോഴും എന്തായിരിക്കും? വളരെ തണുപ്പായിരിക്കും. അത് പേര് മറന്നു പോകത്തില്ല, ഫ്രിജിഡ് സോണാണ്. ഫ്രിഡ്ജിൽ തണുപ്പാണ്, അതുകൊണ്ട് ഫ്രിജിഡ് സോണിലും തണുപ്പാണ്. കാര്യം എന്തായി തണുപ്പ് വരാൻ? കാരണം സണ്ണിൽ നിന്നുള്ള ഹീറ്റ് ഏറ്റവും കുറച്ച് കിട്ടുന്നത് ഇവിടെയാണ്. ഇനി നമുക്ക് ലാറ്റിറ്റ്യൂഡിൻ്റെ കാര്യം പഠിച്ചു കഴിഞ്ഞു. ഇനി ലോഞ്ചിറ്റ്യൂഡിൻ്റെ കാര്യമാണ്. ലൈൻസ് ഓഫ് ലോഞ്ചിറ്റ്യൂഡ് ആൾസോ നോൺ ആസ് മെറഡിയൻസ്. ഒന്ന് ഓർത്ത് വെച്ചോണം. ലോഞ്ചിറ്റ്യൂഡിൻ്റെ മറ്റൊരു പേര് പറയും, ലൈൻസ് നമ്മൾ മറ്റൊരു പേര് പറയും മെറഡിയൻസ് എന്നാണ്. അതും ഇമാജിനറി ലൈനാണ്. എങ്ങനെയാണ് പോകുന്നത്? നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇക്വേറ്ററിന് പാരലായിട്ടാണോ? അല്ല, പെർപെൻഡിക്കുലർ ആയിട്ട് നോർത്ത് പോളിനെയും സൗത്ത് പോളിനെയും നമ്മളിങ്ങനെ കണക്ട് ചെയ്തുകൊണ്ടാണ് പോകുന്നത്. ലോഞ്ചിറ്റ്യൂഡ് മെഷേഴ്സ് ദ ഈസ്റ്റ് വെസ്റ്റ് പൊസിഷൻ ഓഫ് എ പോയിന്റ് ഓൺ ദ ഗ്ലോബ് ആൻഡ് ഈസ് മാർക്ഡ് ബൈ ദ ഡിവിഷൻ വേർ ഇറ്റ്സ് മെറഡിയൻ മീറ്റ്സ് ദ ഇക്വേറ്റർ. അപ്പോൾ ഈ സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, സ്ഥലങ്ങൾ നമുക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈസ്റ്റ് വെസ്റ്റ് പൊസിഷൻ നമുക്ക് ഈ ഒരു ഇക്വേറ്റർ വെച്ചുകൊണ്ട് മെറഡിയനിൽ എപ്പോഴാണ് ഈ ഒരു ഇക്വേറ്റർ വന്ന് കൂട്ടിമുട്ടുന്നത്, അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഈ സ്ഥലങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നത്. ലോഞ്ചിറ്റ്യൂഡ്സ് സെമി സർക്കിൾസ് ആൻഡ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം ഡിക്രീസ് പവർവേർഡ് അൺടിൽ ഇറ്റ് ബിക്കം സീറോ അറ്റ് ദ പോൾസ് വെർ ആൾ മെറഡിയൻസ് കൺവേർജ്. സംഗതി ഇത്രയേ ഉള്ളൂ. നമുക്കറിയാമല്ലോ, നമ്മൾ ആദ്യം വരച്ചാണ് ഒരു സെമി സർക്കിൾ പോലെ നമുക്ക് വരച്ച് പോകാൻ കഴിയും. അപ്പോൾ അങ്ങേയറ്റം എത്തുമ്പോഴത്തേക്ക് എന്താണ്? സീറോ ആയി തീരും. അപ്പോൾ അങ്ങനെ എന്താ, നമുക്ക് എല്ലാ മെറഡിയൻസും എന്ത് ചെയ്യാൻ? നമുക്ക് ഇങ്ങനെ കവർ ചെയ്ത് എർത്തിനെ ഇങ്ങനെ കവർ ചെയ്ത് പോകുന്ന രീതിയിലാണ് കാണുന്നത്. അപ്പോൾ നമുക്കതിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു മെറഡിയനാണ് പ്രൈം മെറഡിയൻ. പ്രൈം മെറഡിയൻ എന്ന് പറയുമ്പോഴത്തേക്കും 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഈസ്റ്റ് വെസ്റ്റ് ആയിട്ട് നമ്മുടെ ഒരു ഗ്ലോബിനെ ഡിവൈഡ് ചെയ്യത്തില്ലേ, ആ ഒരു സംഗതിയാണ് ഈ നടുക്കൂടെ പോകുന്ന ഈ ലോഞ്ചിറ്റ്യൂഡ് ആയിട്ടുള്ള 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് ആയിട്ടുള്ള പ്രൈം മെറഡിയൻ. അപ്പോൾ 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഇക്വേറ്റർ ആണ്. 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് ചോദിച്ചാലോ അതെന്താണ്? പ്രൈം മെറഡിയൻ ആണ്. ഈസ്റ്റും വെസ്റ്റും ആയിട്ട് തിരിക്കും. ദ പ്രൈം മെറഡിയൻ പാസസ് ത്രൂ ഗ്രീൻവിച്ച് ലണ്ടൻ ആൻഡ് ഈസ് നോൺ ആസ് ഗ്രീൻവിച്ച് ലൈൻ. അപ്പോൾ ഇത് കടന്നു പോകുന്ന ഒരു സ്ഥലമാണ് ലണ്ടനിലെ ഗ്രീൻവിച്ച്. അതുകൊണ്ട് ഇതിന് നമ്മളൊരു പേരും കൂടെ കൊടുത്തിട്ടുണ്ട്, ഗ്രീൻവിച്ച് ലൈൻ എന്നും പറയും. ദ പ്രൈം മെറഡിയൻ ആൻഡ് 180 ഡിഗ്രി മെറഡിയൻ ഡിവൈഡ് ദ എർത്ത് ഇൻ ടു ദ ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ ഹെമിസ്ഫിയർ. അപ്പോൾ നോക്കി, ഈ ഒരു 180 ഡിഗ്രി ഈ ഒരു പ്രൈം മെറഡിയനും 180 ഡിഗ്രി മെറഡിയനും കൂടെ എന്താ ചെയ്യുന്നത്? ഇത്രയേ ഉള്ളൂ. എർത്തിനെ ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, നോർത്ത് ആൻഡ് സൗത്ത് എങ്ങനെ ഡിവൈഡ് ചെയ്യുന്നു അതുപോലെ തന്നെ ഇവിടെ നോക്കിയാൽ മതി. ഇവിടെ എന്താക്കുന്നു? ഈസ്റ്റും വെസ്റ്റും ആക്കുന്നു. ടോട്ടൽ ലോഞ്ചിറ്റ്യൂഡ്സ് നമ്മൾ നോക്കിയാൽ ദേ ആർ 180 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ്സ് ഓൺ ബോത്ത് ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് സൈഡ് ഓഫ് ദ പ്രൈം മെറഡിയൻ, മേക്കിംഗ് എ ടോട്ടൽ ഓഫ് 360 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഈസ്റ്റിലോട്ട് നോക്കിയാലും 180 ഉണ്ട്, അപ്പുറത്തെ വെസ്റ്റിലോട്ട് നോക്കിയാലും എന്തുകൊണ്ട് 180 ഉണ്ട്. അപ്പോൾ മൊത്തം കൂടെ കൂടുമ്പോൾ 360 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ്സ് അവിടെ കാണും. ഇനി യൂണിഫോം ലോഞ്ചിറ്റ്യൂഡൽ ലൈൻസ് എന്ന് പറഞ്ഞു വെച്ചാൽ നമ്മൾ ഇതിൻ്റെ സൈസ് എപ്പോഴും സെയിം ആയിരിക്കും. നമ്മളിപ്പോൾ പടം വരച്ച സമയത്ത് ഇത്തിരി വ്യത്യാസം തോന്നിയെങ്കിലും ഒറിജിനലായിട്ട് നോക്കുമ്പോൾ എങ്ങനെയും എപ്പോഴും ഇതിൻ്റെ ഇടയിലുള്ള ആ ഒരു സ്പേസ് എപ്പോഴും എന്താണ്? സെയിം ആയിരിക്കും. ഈസ്റ്റേൺ ഹെമിസ്ഫിയർ മുതൽ വെസ്റ്റേൺ ഹെമിസ്ഫിയർ വരെ മൂവ് ചെയ്യുന്ന സമയത്തും ലോഞ്ചിറ്റ്യൂഡ്സിൻ്റെ ഇടയിലുള്ള ആ ഒരു സൈസ് എപ്പോഴും സെയിം ആയിട്ട് നിലനിൽക്കും. ഇനി ടൈം ഡിഫറൻസ് പറയുന്നത് നമ്മൾ ഇത് വെച്ചിട്ടാണ് കേട്ടോ. ദ എർത്ത് ഈസ് ഡിവൈഡഡ് ഇൻടു 24 ടൈം സോൺസ് ഈച്ച് സ്പാനിങ് ഓഫ് 15 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ്. അപ്പോൾ 15 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് വെച്ചുകൊണ്ട് നമുക്ക് എർത്തിനെ മൊത്തത്തിൽ എത്ര 24 ടൈം സോണുകളായിട്ട് ഡിവൈഡ് ചെയ്യും. ഫോർ എവറി 15 ഡിഗ്രി ഓഫ് ലോഞ്ചിറ്റ്യൂഡ് ദർ ഇസ് എ ടൈം ഡിഫറൻസ് ഓഫ് 1 അവർ. അതായത് ഇപ്പോൾ ഒരു സ്ഥലം 15 ഡിഗ്രിയാണ്, അപ്പോൾ അടുത്തൊരു 15 ഡിഗ്രി വ്യത്യാസം, ഒരു 30 ഡിഗ്രി എന്ന് വെച്ചു.
അപ്പോൾ ആ ഒരു വ്യത്യാസം വരുമ്പോഴത്തേക്ക് ഈ രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള സമയ വ്യത്യാസം എത്രയാണ്? 1 മണിക്കൂറാണ്. എന്നാണ് ഇവിടെ നമ്മൾ കറക്റ്റായിട്ടുള്ള എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. 15 ഡിഗ്രി ഈസ്റ്റ് ആൻഡ് 15 ഡിഗ്രി വെസ്റ്റ് ഓഫ് ഗ്രീൻവിച്ച് വുഡ് ഹാവ് എ ടൈം ഡിഫറൻസ് ഓഫ് 2 hours. കണ്ടില്ലേ? ഈ 15 ഡിഗ്രി ഇവിടുത്തെ ഈസ്റ്റിലും അപ്പുറത്തെ വെസ്റ്റിലെയും കൂടെ നോക്കിയപ്പോഴത്തേക്ക് അവിടെ എത്ര വന്നു? അവിടെ നമുക്ക് മൊത്തം 2 അവറിൻ്റെ ഒരു വ്യത്യാസം വന്നു. നിങ്ങളൊന്ന് ജസ്റ്റ് ഗ്ലോബ് നോക്കിയാൽ മനസ്സിലാവും. ഇനി സ്റ്റാൻഡേർഡ് ടൈം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്കൽ ടൈം. നമ്മളെപ്പോഴും ടൈം പറയുന്നത് മെറിഡിയൻ്റെ സഹായത്തോടു കൂടിയാണ്. 105 മിനിറ്റ് ബിറ്റ്വീൻ ദ്വാരക, ഗുജറാത്ത്, നമ്മുടെ ഗുജറാത്തിലെ ദ്വാരകയും പിന്നെ വെസ്റ്റിലാണ് കേട്ടോ. ഇനി ആസാം, ഡിബ്രുഗഡ്, അതായത് അങ്ങേയറ്റവും ഇങ്ങേയറ്റമുള്ള പോയിന്റ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 105 മിനിറ്റിൻ്റെ വ്യത്യാസം ശരിക്കും ഉണ്ട്. ഇനി സ്റ്റാൻഡേർഡ് ടൈം നമ്മളിപ്പം ഈ ഒരു ഡിഫറൻസ് ഇപ്പം നമ്മൾ പറഞ്ഞില്ലയോ, ഈ പറഞ്ഞ ഈസ്റ്റും വെസ്റ്റും തമ്മിൽ നോക്കുമ്പോഴത്തേക്ക് 105 മിനിറ്റിൻ്റെ വ്യത്യാസമാണ്. അപ്പോൾ ഓരോ സ്ഥലത്തും നമുക്ക് ഓരോ ടൈം വെച്ചുകൊണ്ട് നടക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്തോ ചെയ്തു? ഇന്ത്യ എന്ത് ചെയ്തു? ഒരു ലോക്കൽ ടൈം, സെൻട്രൽ മെറിഡിയൻ നമ്മുടെ സ്റ്റാൻഡേർഡ് ടൈമായിട്ട് നമ്മൾ ഫിക്സ് ചെയ്തു. നമ്മുടെ ഫ്രണ്ട്സൊക്കെ വേറെ രാജ്യത്തുണ്ടെങ്കിൽ നമ്മൾ വിളിക്കുമ്പോൾ ആദ്യം ചോദിക്കുന്നത് എന്താ, അവിടെ ഇപ്പോൾ എത്ര മണിയായി? കാരണം ആ ഒരു ചേഞ്ച് കൊണ്ടാണ്. അപ്പം ഇന്ത്യയിൽ ഇപ്പോൾ ഇവിടെ വിളിച്ചു കഴിഞ്ഞാൽ സമയം ഒന്ന് തന്നെ ആയിരിക്കും. അപ്പം അത്രയും കാര്യങ്ങളാണ് ഉള്ളത്. ഇനി അടുത്ത സ്റ്റാൻഡേർഡ് മെറിഡിയൻ ഇൻ ഇന്ത്യ ഒന്ന് നിങ്ങൾ പഠിച്ചു നോക്കുക. 82 ഡിഗ്രി 30 മിനിറ്റ്. ഈ ഒരു വരയെന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിറ്റ് എന്നാണ് കേട്ടോ. 82 ഡിഗ്രി 30 മിനിറ്റ് ഈസ്റ്റ് ആണ്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം 82 ഡിഗ്രി 30 മിനിറ്റ്സ് ഈസ്റ്റ് ആണ്. അതാണ് നമ്മുടെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം, നമ്മുടെ ലോക്കൽ ടൈം IST എന്ന് പറയുന്നത്. അപ്പോൾ അതും നമ്മുടെ ഗ്രീൻവിച്ച്, നമ്മൾ നേരത്തെ പറഞ്ഞ ഗ്രീൻവിച്ച് ടൈം ഇല്ലയോ ഏറ്റവും സെൻട്രലായിട്ട് പോകുന്നത്, അതും നമ്മുടെ ഇന്ത്യൻ ടൈമും തമ്മിൽ എത്ര വ്യത്യാസമാണെന്ന് വെച്ചാൽ 5 മണിക്കൂർ 30 മിനിറ്റ് വ്യത്യാസമാണ് ഉള്ളത്. ഇനി ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറയുന്നത് 5 hours 30 minutes ahead of GMT. നമ്മൾ പറഞ്ഞ കാര്യമാണ് 5 മണിക്കൂർ 30 മിനിറ്റ് എഹെഡ് ആയിട്ടാണ് നമ്മൾ പോകുന്നത്. അതായത് 12 noon, ലണ്ടനിൽ 12 മണിയാകുമ്പോൾ നമുക്ക് എന്തായിരിക്കും? 5:30 AM ആവത്തേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ പുതുവർഷം പിറക്കുന്ന സമയത്ത് നമ്മളിവിടെ 12 മണി ആവുന്നതിന് മുമ്പ് TV യിൽ കാണിക്കും ഓരോ സ്ഥലങ്ങളിൽ പുതുവർഷമായെന്ന് പറയും. കാര്യം എന്താണ്? ഈ ഒരു ടൈം ഡിഫറൻസ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഗ്ലോബുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനായിട്ടുള്ള. ഇനി കുറച്ച് നമുക്ക് മാപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.